ഹൈലുള്ള സ്ത്രീകൾ വന്നുഫസ പ്രസവരക്തമുള്ള സ്ത്രീകൾ, പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ, യഹ്റുമു അലൈഹിമാ അസ്സിയാം അവർ രണ്ടു കൂട്ടർക്കും നോമ്പെടുക്കൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞാൽ നോമ്പെടുത്ത സ്വീകരിക്കൂല, നിഷിദ്ധമാണ്. അലൈഹിമ അൽ ഖലാ ആ രണ്ടു കൂട്ടരും പിന്നീട് ഖലാ വീട്ടിയാൽ മതിയാകുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഹൈല് നോമ്പിനെ നിഷിദ്ധമാക്കും, അതേപോലെ നോമ്പിനെ ഫസാദുമാക്കും. അഥവാ ഹൈലുള്ള സ്ത്രീക്ക് നോമ്പ് ആരംഭിക്കൽ നിഷിദ്ധമാണ്, പാടില്ല. ഇനി ഹൈലില്ലാത്ത സ്ത്രീ നോമ്പ് ആരംഭിച്ചു, ആ പകലിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സമയത്ത് അവർക്ക് ഹൈല് സംഭവിച്ചാൽ, അത് വളരെ കുറച്ചാണെങ്കിലും ശരി, പിന്നീട് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും വളരെ കുറച്ചാണെങ്കിലും ശരി, അത് മഗ്രിബിന് 5 മിനിറ്റ് മുമ്പ് ആണെങ്കിലും ശരി, അവർക്ക് സംഭവിച്ചാൽ ആ നോമ്പിനെ അത് ഫസാദാക്കും, ആ നോമ്പ് ഖലാ വീട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. ഹൈലുള്ള സ്ത്രീകളെ പോലെ തന്നെയാണ് നിഫാസ് ഉള്ള സ്ത്രീകൾ. അപ്പൊ നിഫാസ് ഉള്ള സ്ത്രീകൾ അവരെപ്പോഴാണ് നിഫാസ് നിലക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ് നിഫാസ് ഉള്ള സ്ത്രീകൾക്ക് 40 ദിവസം ഫിക്സഡ് ആണ്, 40ന്റെ കുളി, 40 കുളി എന്ന് പറഞ്ഞാൽ 40ന്റെ അന്ന് മാത്രമേ നിഫാസ് കഴിയുകയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല. ചില സ്ത്രീകൾക്ക് 25 ദിവസം മതിയാകും, ചില സ്ത്രീകൾക്ക് 28 ദിവസം മതിയാകും, ചില സ്ത്രീകൾക്ക് 30 ദിവസം മതിയാകും, അതിൽ കുറഞ്ഞതും കൂടിയതൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കുക. എപ്പോഴാണോ അത് നിലക്കുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള ഹുക്കും. നിസ്കാരം നിർബന്ധമാവും. നോമ്പ് റമദാനിൽ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് അവർക്ക് നിർബന്ധമാകും. അതൊന്നും നിഷിദ്ധമാകുന്നില്ല. ആ കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക.